പിന്നെ പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, മേളം നിർത്തിവെക്കുന്നു. വെറുതെ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം പിന്നെ വെറുതെ നിർത്തിവെക്കാൻ പറ്റുമോ? മേളക്കാരൻ ഞാൻ കൊട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ മേളം നിർത്തിവെക്കാൻ പറ്റുമോ? ആരൊക്കെയാണ് നിങ്ങളുടെ മീഡിയകൾ അന്വേഷിക്കണം, ആരൊക്കെയാണ് അവിടെ അത് നിർത്തിയാണ്? ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഞാൻ പല ആളുകളോടും ചോദിച്ചു, ദേവസ്വത്തിലെ ആളുകളോടും ചോദിച്ചു, നിങ്ങൾ ആരാണ് ഈ പൂരം നിർത്തിവെക്കാൻ പറഞ്ഞതാരാണ്? നിങ്ങൾ തീരുമാനം വല്ലതും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരെങ്കിലും ബാഹ്യ ഇടപെടലുണ്ടായിരുന്നോ? അല്ലെങ്കിൽ വികാരപരമായിട്ട് ആരെങ്കിലും പറഞ്ഞതാണോ? ഈ കാര്യങ്ങളല്ലേ പുറത്തു വരേണ്ടത്. അപ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇത് നിർത്തിവെക്കാൻ പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് അറിയുമ്പോൾ അറിയാലോ, അതിന് പിന്നിൽ ആര് പ്രവർത്തിച്ചു എന്നുള്ള അറിയാലോ. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണോ? ഏത് ഇൻവെസ്റ്റിഗേഷൻ വേണം നടത്തട്ടെ? ആ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ അലങ്കോലപ്പെടുത്തലിൻ്റെ പിന്നിൽ അലങ്കോലപ്പെട്ടതല്ല, അലങ്കോലപ്പെടുത്തിയതാണ്. ആ പാറമേക്കാവിനെ ഉൾപ്പെടെ വെടിക്കെട്ട് നടത്താൻ പാടില്ല, അവരും കൂടി ഇതിനകത്ത് സഹകരിക്കണമെന്ന് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ എനിക്കുണ്ട്. അത് നടന്നിരുന്നു. പാറമേക്കാവ് വളരെ ശക്തമായ നിലപാട്. എന്തുകൊണ്ടാണ് പാറമേക്കാവ് നിലപാട് സ്വീകരിച്ചത്? അതാണ് അവർ വിശ്വാസപരമായൊരു കാര്യം പാറമേക്കാവിലെ ആളുകൾ പറയുന്നുണ്ട്. എന്താണ്? പിന്നെ ദേവിയെ പാണി കൊട്ടി പുറത്തിറക്കുമ്പോൾ അവർ സംഘാടകർ കൊടുക്കുന്നൊരു ഉറപ്പെന്ന് പറയുന്നത് ദേവിയെ വിഘ്നം കൂടാതെ എഴുന്നള്ളിച്ച് പുറത്ത് കൊണ്ടുപോയി തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവരുമെന്ന് പറയുന്ന ഒരു സാങ്ക്ടിറ്റിയോട് കൂടിയുള്ള ഉറപ്പാണ്. അത് പാലിക്കാനും കൂടി ബാധ്യസ്ഥരായിട്ടുള്ളവരെന്ന നിലയിൽ പൂരത്തിൻ്റെ ഒരു ചടങ്ങും മുടക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കി എല്ലാ ചടങ്ങുകളും എല്ലായിടത്തും ഒരുപാട് നടന്നു. തടസ്സങ്ങളൊക്കെ പലയിടത്തുണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ നമ്മൾ നീക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പൂരത്തിൻ്റെ അവസാന സമയത്ത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകമായൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് യാതൊരു സംശയമില്ല. അതെ, പരിമിതികളുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ പോലീസിൽ ആർക്കൊക്കെ ബന്ധമുണ്ടെന്ന് കൂടി കണ്ടെത്താൻ പറയാൻ കാരണം അതാണല്ലോ. ഇവിടുത്തെ കലക്ടറും അതുപോലെ തന്നെ കമ്മീഷണറും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ പൂരത്തിൻ്റെ നടത്തിപ്പിൽ പങ്കാളികളായിരിക്കുന്ന ആൾക്കാരല്ലേ. അവരല്ലേ ഇതിന് മറുപടി പറയാം. അവരടക്കമുള്ള ആൾക്കാരല്ലേ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ പൂരത്തിൻ്റെ പാതിരാ സമയത്ത് നമ്മളാരും നിങ്ങൾ ആരെങ്കിലും പത്രക്കാരായാലും പ്രതീക്ഷിച്ചു? ഞാൻ പത്രക്കാർ ചോദിക്കുന്നൊരു ചോദ്യം, ഞാനീ പറയുന്നത് സംപ്രേഷണം ചെയ്യണം. ഈ പൂരത്തിൻ്റെ രാവിലെ മുതൽ നടത്തിപ്പിനിടയിൽ ഇത്രയും ഗുരുതരമായൊരു പ്രതിസന്ധി ഉണ്ടാകത്തക്ക വിധത്തിൽ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ അവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആ അല്ല, അങ്ങനെ മുമ്പുണ്ടായിട്ടുണ്ട്. നേരത്തെ ഇതുപോലെ പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ പോലീസുകാരൻ ഇടപെട്ടപ്പോൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ വൈകുന്നേരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് നന്നായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? അവരെന്നെ പറഞ്ഞിട്ടില്ലേ? എന്തിനാണ് പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന ശേഷം ഈ കമ്മീഷൻ സ്ഥലം മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞ എന്തിൻ്റെ പേരിലാണ്? അപ്പോൾ ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? ഇതിന് നേരിട്ട് നേതൃത്വം കൊടുത്തിരിക്കുന്ന കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പിന്നെ പുതിയ ആരോപണങ്ങളിലും വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൂട്ടി വായിക്കട്ടെ എല്ലാവരും. ആ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വെടിക്കെട്ട് രാത്രി നടത്താതിരിക്കുകയും പകൽ പൂരത്തിൻ്റെ വെടിക്കെട്ടിനൊപ്പം നടത്തുകയും ചെയ്യുമെന്ന ഫോർമുലയാണ് അവർ വെച്ചത്. അവസാനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വെച്ചത്? പകൽ പൂരത്തിന് വേണ്ടിയിട്ടുള്ള വെടിക്കെട്ട്, രാത്രി പൂരത്തിൻ്റെ വെടിക്കോപ്പുകൾ നിറഞ്ഞിരിക്കുന്ന മെക്സിൻ്റെ തൊട്ടടുത്താണ് തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും നടക്കേണ്ടത്. ഒരു കാരണവശാലും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലത്തിനടുത്ത് ഇത്രയും വെടിക്കോപ്പുകൾ വെച്ചുകൊണ്ടൊരു ചടങ്ങ് നടത്താൻ കഴിയില്ല. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പകൽ പൂരവും കൂടി അവതാളത്തിലാക്കാൻ, പ്രതിസന്ധിയിലാക്കാൻ വേണ്ട ഗൂഢാലോചനയും കൂടി നടത്തിയിട്ടാണ് പല ഫോർമുലകളും മുന്നോട്ട് വെച്ചത്. അവസാനം 4 മണിക്ക് ശേഷം 4 മണിയോടുകൂടി ഈ തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കമുള്ള ആളുകൾ, ഞാനാണ് അവരെ കൊണ്ടുവന്ന് പിന്നെ ശ്രീമൂലസ്ഥാനത്ത് കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന മീറ്റിംഗ് അവിടെ വെച്ച് രാജനടക്കമുള്ള ആളുകളെ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇരുന്ന് വെടിക്കെട്ട് ഇന്ന് രാവിലെ തന്നെ നടത്തണം എന്നുള്ള തീരുമാനം എടുപ്പിക്കുന്ന അവിടെ വെച്ചാണ്. ആ തീരുമാനം എടുത്തിട്ടാണ് 7:30 മണിക്ക് ശേഷമാണെങ്കിൽ പോലും രാത്രി വെടിക്കെട്ട് പകൽ പൂരത്തിൻ്റെ വെടിക്കെട്ടിനൊപ്പമല്ല രാവിലെ തന്നെ നടത്തി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ ഒരു സന്ദർഭത്തിലാണ്.
അല്ല, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലവും പൂരത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരല്ലാത്ത കുറേ ആളുകൾ ഇതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് RSSൻ്റെ നേതാക്കന്മാർ അവിടെ വന്നത്. RSS നേതാക്കന്മാർക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അസാധാരണമായ ഒരു സംഭവവികാസം നടക്കുകയും അവരുടെ സാന്നിധ്യം അവിടെ കാണുകയും ചെയ്യുമ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാം. ആ സേവാഭാരതിയുടെ ആംബുലൻസ് ഉപയോഗിച്ചാണ് പിന്നെ സുരേഷ് ഗോപിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ അടിയൻ ലച്ചിപ്പം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുന്ന പോലെയുള്ളൊരു ഒരു നാടകം ഈ പിന്നെ പൂരത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നത് പൂരം കലക്കിയതിൻ്റെ കലങ്ങിയതല്ല, ചിലർ കലക്കിയതാണ്, അലങ്കോലപ്പെടുത്തിയതാണ് എന്നാണ് VS സുനിൽകുമാർ മാധ്യമങ്ങളോട് പറയുന്നത്. അതിൽ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ്, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, മുഴുവൻ കാര്യങ്ങളും പുറത്തുവരണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇന്നലെ തന്നെ VS സുനിൽകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളതായിരുന്നു. ഏതായാലും PV അൻവർ കൂടി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ആരൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന കാര്യങ്ങളിലെ മുഴുവൻ വസ്തുതകളും പുറത്തുവരണം എന്ന ആവശ്യം ആവർത്തിക്കുകയാണ് VS സുനിൽകുമാർ മാധ്യമങ്ങളെ കണ്ട്. ഏതായാലും പൂരം കലക്കിയവരുടെ കൂട്ടത്തിൽ ഇടത് നേതാക്കളില്ല എന്നാണ് VS സുനിൽകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.